നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊറോട്ട വീശി അടിക്കാതെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കിലോ മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു വാവട്ടുള്ള പാത്രത്തിലേക്ക് ഒരു 400 ഗ്രാം പൊടിയോളം നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു വാവട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര, 2 കോഴിമുട്ട. നമ്മൾ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പൊറോട്ടയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പം നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ട ചേർക്കുമ്പോൾ അത്രയും സോഫ്റ്റ് ആവും. 1 മുട്ട ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ 2 മുട്ട ചേർത്തിട്ടുണ്ട്. 1 കപ്പ് തിളപ്പിച്ചാറിയ പാല്, 1 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കടകളിലൊക്കെ ആകുമ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കും. നമ്മൾ വീട്ടിലേക്ക് ആയതുകൊണ്ട് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിൽ ലേശം കൂടെ ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അത്രയും ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ ഇതുപോലെ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഫ്ലോറെല്ലാം കിച്ചൺ ഫ്ലോറൊക്കെ നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം തുടച്ച് വൃത്തിയാക്കി ആ പ്രതലത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച മാവ് ഇട്ട് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ മാവ് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പം തന്നെ നല്ല സോഫ്റ്റായി തുടങ്ങി. കുറച്ച് നേരം കൂടെ ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അയച്ചു കൊടുക്കാം. മാവെല്ലാം നന്നായി കുഴച്ച് വെച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് ലേശം ഓയിലൂടെ പെട്ടി കൊടുക്കുക. നമുക്കിത് ഓരോ ബൗൾസാക്കി കയ്യിലേക്ക് എടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈയുടെ വെള്ളയിലിട്ട് ബൗൾസാക്കുക. അതിന് ശേഷം നമ്മുടെ ഉള്ളം കൈയിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇതേ ഒരു ബൗൾസ് ഉണ്ട്, ബൗളായിട്ട് വരും. അതെടുക്കുക. അത് ഇതേപോലെ പിടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മളെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ലേശം ഓയിൽ തടവുക.
ഓയിൽ തടവിയ ശേഷം ഒരു വെളുത്ത തുണി നനച്ച് ഇതൊന്ന് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതൊരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഇവിടെ നിന്ന് സെറ്റായി വരുന്ന നേരത്ത് നമുക്കിതിന് ആവശ്യമായ ഒരു മുട്ടക്കറി, ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. മുട്ടക്കറി തയ്യാറാക്കുന്നതിന് 3 മുട്ടയും 3 സവോള, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 2 കറിവേപ്പില. അപ്പം നമുക്കിതെല്ലാം ഒന്ന് പെട്ടെന്ന് അരിഞ്ഞ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്നാണ് നമുക്ക് ജോലിക്ക് പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഒരു 2 കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ഗ്ലാസ് വെള്ളം നന്നായിട്ട് ഇളക്കിയ ശേഷം 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം 3 വിസിൽ വന്ന് ഈ കുക്കർ തണുത്തതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. മാറ്റി വയ്ക്കാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും എല്ലാം കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ്, അതുകൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ എടുത്തത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇതെല്ലാം ഒന്നിച്ചെടുത്ത് വയ്ക്കുക. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ മുളകും മല്ലിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ. 3 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് മുട്ട കൂടി ഇട്ടൊന്ന് അയക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവോളയും ഉള്ളിയും കിഴങ്ങും അതുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേപോലെ നമ്മളൊരു മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഈ സമയത്ത് ഇവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റാണ്. എരിവും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഉടച്ച് ഇതേപോലെ കറി തയ്യാറാക്കുമ്പോൾ. ഇനി ഇതൊന്ന് തിളച്ച് സെറ്റായാൽ മതി. ഗ്രേവിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. നമുക്ക് പൊറോട്ടയുടെ ഒക്കെ കൂടെ. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കാം. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് പകർന്നു വയ്ക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പൊറോട്ട വീശിയടിക്കാതെ പൊറോട്ട തയ്യാറാക്കാം. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പൊറോട്ട തയ്യാറാക്കുന്ന ഫ്ലോറിൽ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കുക. അതിന് ശേഷം ഓരോ ബോൾസും നമുക്കെടുത്ത് ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കാം. നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് പരത്തിയ ശേഷം നമ്മൾ ചപ്പാത്തിയുടെ പലക കൊണ്ട് ഇതേപോലെ ഒന്ന്
നീട്ടി കൊടുക്കണ്ട. നല്ല സോഫ്റ്റായിട്ട് വരും. എത്രത്തോളം നക്ക് നീട്ടി കൊടുക്കാം അതത്രയും നമ്മൾ പരത്തി നന്നാക്കി കൊടുക്കും. നമ്മൾ ചപ്പാത്തി പല കൊണ്ട് ഇതേപോലെ ഒന്ന് സോഫ്റ്റായിട്ട് എത്രത്തോളം നമുക്കിങ്ങനെ നൈസാക്കി കൊടുക്കാം അത്രത്തോളം നൈസാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വീശി അടിക്കുന്നതിൽ സിമ്പിളായിട്ട് വരുന്നല്ലേ. അതിന് ശേഷം ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ ലെയറാക്കുക. നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചേക്കാം. ഇതേപോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ എടുത്ത് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കും തോറും അത് നീണ്ടു വരും. അത് ഈ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അത് മാറ്റി വയ്ക്കുക. ഇതേപോലെ അടുത്തതും ചെയ്യുക. ഒരു നാലെണ്ണം വീതം ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്കിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്ത് അടിച്ചു മാറ്റി വയ്ക്കാം. പരത്തിയെടുത്ത് ഇനി നമുക്ക് ചുടാൻ തുടങ്ങാം. ചൂടാൻ നേരത്ത് നമ്മൾ ഇതേപോലെ കൈ കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വീണ്ടും പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല റൗണ്ടാക്കി എടുക്കുക. നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ലേശം എണ്ണ തടവി കൊടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. അരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായി കിടന്നത് മൂത്ത് വരട്ടെ. അപ്പം അടുത്തോടെ നമുക്ക് പരത്തിയെടുക്കാം. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതും അതേപോലെ ഇട്ട് കൊടുക്കാം.
നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പരത്തി വെച്ച 4 ഉണ്ടാക്കി കഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ ഉണ്ടാവും. നല്ല ലെയറോടുകൂടി സോഫ്റ്റ് പൊറോട്ട. അപ്പം നമ്മുടെ ഈസി മുട്ടക്കറിയും വീശിയടിക്കാത്ത പൊറോട്ടയും വളരെ പെട്ടെന്ന് നമ്മളിവിടെ തയ്യാറാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്